ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ കറി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറുപയർ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇത് തലേ ദിവസം തന്നെ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു. പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. വലിയ ഉള്ളിയുടെ പാതി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. പിന്നെ മിക്സിയുടെ ജാറിൽ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറി വെക്കാനായിട്ട് ഞാനിതാ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ഒരു കുക്കർ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്, അപ്പോൾ അതിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് വേണം ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് കൊണ്ട് മൂടി വെച്ച് വേവിക്കാം. കുക്കർ മൂടിയതിന് ശേഷം 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് വേവുന്ന സമയം കൊണ്ടിട്ട് തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇതൊരു കയ്യിൽ ഉപയോഗിച്ച് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ പാകമായി വെന്തിട്ടുണ്ട് കേട്ടോ. പയർ മുളപ്പിച്ചെടുത്തത് കൊണ്ടിട്ട് തന്നെ കുറേ സമയമൊന്നും വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. പുട്ടിൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ ഈ കറി. ഇപ്പോൾ തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ തിളയ്ക്കാനായിട്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിന് ശേഷം ഈ കറി ഒന്ന് വറവിട്ടെടുക്കാം. തേങ്ങ തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വറവിട്ടെടുക്കാം. അപ്പം ഞാനിതാ കുക്കർ മാറ്റിയിട്ട് വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് വറവിട്ടെടുക്കാം. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളപ്പിച്ചെടുത്ത ചെറുപയർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറിയൊക്കെ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.